എപ്പോഴത്തെയാണെങ്കിലും ശരി നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഇറങ്ങാൻ പറ്റുമോ? മെല്ലെ ഇറങ്ങോ അച്ഛനോടെ? മെല്ലെ ഇറങ്ങോ? പേടിക്കണ്ട കേട്ടോ. വാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കരച്ചിലാണ് ഞാൻ പറഞ്ഞത്. പേടിയുള്ളവരൊന്നും ഈ പരിപാടിക്ക് നിൽക്കരുത്. സലാം ബുദംസ്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ചും സോളോ സുൽത്താനിൽ. എനിക്ക് തോന്നുന്നു സോളോ സുൽത്താനിൽ തന്നെ ബഹുഭൂരിപക്ഷം വീഡിയോകളും തുടങ്ങുന്നത് ഈ ഒരു വാക്കോട് കൂടിയാണ്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. ആ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇനി കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്നു. പക്ഷേ അതിന് പറ്റാറില്ല. സീരിയസ്ലി ഈ ഒരു വീഡിയോ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളതല്ല. കാരണം ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്. ബേപ്പൂർ സുൽത്താൻ കാണുന്ന ആളുകൾക്കറിയാം, ഞാനൊരു വലിയ ഹോസ്പിറ്റൽ ലൈഫ് കടന്നിട്ട് ഇപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റോ ആയിട്ട് ഇതേപോലെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ആയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു മെയ് മാസം മുതൽ കണ്ടിന്യൂസ്ലി സോളോ സുൽത്താനിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലൊരു ലീപ്പ് നടന്ന സമയമായിരുന്നു അത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ അമൃത ടി വിയിലെ സൂപ്പർ ഫാമിലി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനും ഒരു ഫാമിലിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ അതിൻ്റെയൊക്കെ ഓരോ യാത്രകളും അതിൻ്റെ ഓരോ ഇവൻറ്റുകളും വീഡിയോ ആയിട്ട് ചെയ്യണം, സോളോ സുൽത്താൻ്റെ ചെയ്യണമെന്ന് ബീവിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് അത് കേട്ടിട്ട് എനിക്ക് താല്പര്യം തോന്നിയിരുന്നു. കുഞ്ഞനെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞനൊക്കെ നിങ്ങൾ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എനിക്ക് കണ്ടിന്യൂസ്ലി നിങ്ങളോട് സംസാരിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള പല വിഷയങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് സോളോ സുൽത്താനായിരുന്നു. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, വളരെ ചുരുക്കം ആൾക്കാരെ സോളോ സുൽത്താനിലുള്ളൂ. ഞാൻ വ്യൂവിന് വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ വീഡിയോസ് ഇടുന്ന ഒരു ചാനൽ പോലും അല്ല അത്. പക്ഷേ എനിക്ക് അന്നത്തെ എന്നെ കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പ്രത്യേകിച്ചും ഒരവസ്ഥയിൽ നമ്മൾ കിടക്കുമ്പോൾ, വയ്യാതെ കിടക്കുന്ന സാഹചര്യത്തിലൊക്കെ അന്ന് നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് വീണ്ടും ആ കാലങ്ങളിലേക്ക് എത്താനൊരു താല്പര്യം തോന്നും. അങ്ങനെ ഒരു കാലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അത്തരം വീഡിയോസ് കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വളരെ കുറച്ച് വീഡിയോസേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, വളരെ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇനിയും ഹോസ്പിറ്റൽ ലൈഫ് വേണമെന്ന് ഒരാളും ആഗ്രഹിക്കില്ല, ഈവൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് വലിയൊരാഗ്രഹമുണ്ട്. അത് തുടങ്ങുന്നത് എപ്പോഴും എൻ്റെ ലൈഫിലെ ഒരു വലിയ സ്റ്റേജിൽ നിന്ന് ആയിരിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. തുടങ്ങുകയല്ല, ശരിക്കും പുനരാരംഭിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടുന്ന് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഞാൻ മാറിപ്പോയിട്ട് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഇവിടേക്ക് എത്തിയാണ്. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, എൻ്റെ വീട് റിനോവേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലിരുന്നിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു, നിങ്ങളിവിടുന്ന് പോയിട്ട് കുറേ ആയി, തിരിച്ച് വീട്ടിലേക്ക് താമസിച്ചിട്ട് ഇപ്പം ഇത്രയും മാസങ്ങളായി, എന്തുകൊണ്ട് വീടിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നില്ല? ഒരു ഹോം ടൂർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് കുറച്ച് ഓക്വേർഡായിട്ടുള്ള വിഷയമാണ്. ഞാൻ ഒരിക്കലും അത്തരത്തിലൊരു സാധനം എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്നാലും എൻ്റെ വീട് ഒരുപാട് ആഗ്രഹത്തിൻ്റെ പേരിൽ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. വീട് പുതിയതുണ്ടാക്കിയതല്ല. പുതിയതുണ്ടാക്കുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഒരു പഴയ വീട്, ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഒരു പഴയ വീട് മെയിൻറ്റെയിൻ ചെയ്ത് 30 വർഷം പഴക്കമുള്ള ഒരു വീട് ആ ഒരു സ്റ്റൈൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് എക്സ്പെൻസീവാണ്. ഒരുപാട് പേര് എന്നെ ഇന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാനത് ചെയ്തു. അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഹാപ്പിയാണ്, ഐ എം ഹാപ്പി ഓൺ ദാറ്റ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങണം സോളോ സുൽത്താൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ വീടെന്താണ്, വീടെങ്ങനെയാണ്, വീട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. മുമ്പത്തെ വീടിൻ്റെ അവസ്ഥ ഞാനൊരു ക്ലിപ്പിടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. താഴത്തെ നില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് ആഡ് ചെയ്തതാണ്. ആദ്യം പാർക്കിങ്ങിനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് പാർക്കിങ്ങാണ്. പാർക്കിങ്ങിൽ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ബജറംഗ് നിർത്തിയിടാണ്ട് ഒരു സ്പേസ് വേണം. ഇതാ കാണുന്ന സ്ഥലത്താണ് നമ്മളുടെ ബജറംഗ് നിർത്തിയിടാറ്. ഇപ്പോൾ അവൻ സർവീസിന് വേണ്ടി വർക്ക്ഷോപ്പിലാണ്.
ഒരുപാട് മണ്ണ് ഇവിടുന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. എൻ്റെ അറിവിലൊരു 4-5 ലോഡ് മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും നമ്മൾ താഴ്ത്തി, മുമ്പിലുള്ള സ്പേസ് അത്രയും താഴ്ത്തിയിട്ടാണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. പണ്ട് കാറ് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ പോകുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്താണ് കേട്ടോ നമ്മുടെ ബോക്സിംഗ് കിറ്റൊക്കെ പണ്ട് നമ്മൾ തൂക്കിയിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഇവിടെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇതിന് സൈക്കിൾ ഓടിക്കാനും ഓടി കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇപ്പം എന്നാണ് പറയുന്നത്. പക്ഷേ വണ്ടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവന് ഓടി കളിക്കാനുള്ള സ്ഥലമില്ല. എന്തായാലും പഴയതിനേക്കാൾ ഒരുപാട് സൗകര്യം ഇപ്പം ഉണ്ട്. വന്ന ആളുകളൊക്കെ പറഞ്ഞിട്ട് അത്രയും സൗകര്യമായി എന്നുള്ളതാണ്. ഈ ഉമ്മറ മാറ്റരുത് എന്ന് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. സോ അതേ സാധനം നിലനിർത്തിക്കൊണ്ട് അതിനെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ മുമ്പോട്ട് പോയത്. ആ കാണുന്ന ആളെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ സ്വന്തം കർണനാണ്. അവന് ഓടിക്കളിക്കാനുള്ള സ്ഥലം ബാക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിത് റെനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ചൊരു കാര്യം അതാണ്. ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. കർണനായാലും പക്രുവിനായാലും അവർക്ക് ഓടി കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവണം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അവരുടെ കൂടെ ജീവിക്കേണ്ട ആളുകളാണ് ഞങ്ങൾ എന്നുള്ളൊരു തോട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. കർണന് പഴയതിനേക്കാൾ ഓടി കളിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ബാക്കിലേക്ക് ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമാണ്. ഓടി കളിച്ചിട്ട് അവൻ്റേതായിട്ടുള്ള പ്രഭാതകർമ്മങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക. പിന്നെന്താ, ബൗണ്ടറി ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് ഓടി പുറത്തേക്ക് പോകുന്നില്ല. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ആൾ തിരിച്ച് എൻ്റെ അടുത്ത് എത്തും. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, പഴയ വീഡിയോസ് കണ്ട് ശീലമുള്ള ആളുകൾ നമ്പോലിന് എവിടെയെന്ന് ചോദിക്കുന്നുണ്ടാവും. അതൊരു വലിയ കഥയാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് അവൻ്റെ ലോകം. ആ കാണുന്ന വീടാണ് അഖിലിൻ്റെ വീട്. അവിടെയാണ് അഖിലിപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പഴയ സ്റ്റുഡിയോൻ്റെ മോൾ ഭാഗത്താണ്. അത് ആ ഗ്രേ കളർ ഷീറ്റ് വെച്ചുള്ളത് നമ്മുടെ സ്റ്റുഡിയോൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിലൊരു റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റാമ്പിലൂടെയാണ് നമ്മുടെ കർണൻ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നതും തിരിച്ച് മുകളിലേക്ക് വരുന്നതും. മുകളിലേക്ക് വരുന്നതിനാണല്ലേ, അവൻ്റെ കൂട് മുകളിലാണ്. അവിടെയാണ് മഴ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ സർവൈലൻസിന് വേണ്ടിയിട്ടും അവൻ വന്നിരിക്കുന്ന സ്ഥലം. ഇവിടെയാണ് അവൻ്റെ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം കിട്ടില്ല മഴയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ചളിയാണ് ഫുള്ള്. ഇതാണ് അവൻ്റെ ലോകം. ഇപ്പോൾ നല്ല മഴയായിരുന്നല്ലോ കഴിഞ്ഞ 2-3 ദിവസം. അതുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ എല്ലാം താഴെയായിരുന്നു. അതിൻ്റെ കറയാണ് ഈ കാണുന്നത്. ഇപ്പോൾ നല്ല വെയിലുള്ള ദിവസം ഇരുന്ന് അരച്ച് കഴുകണം. അവിടെയാണ് അഖിൽ താമസിക്കുന്നത്. ഫുൾ ഇവിടെ ഒന്ന് ചെറുതായിട്ട് മഴ എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാട് വരും. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാൻ. അപ്പോൾ ഇതാണ് കർണൻ്റെ കൊട്ടാരം. ഇവിടുന്ന് പുറത്തേക്ക് അവന് നല്ല വിസിബിലിറ്റിയാണ്. ഇത് ഞങ്ങൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ഇതിലൂടെ അവന് ഉള്ളിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്മോക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൗസ് വാമിങ് ആയിട്ട് നടന്നിട്ടില്ല, പക്ഷേ ചെറിയൊരു പ്രോഗ്രാം നടന്ന സമയത്ത് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നോക്കിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് മുകളിലേക്ക് കയറാനൊക്കെ പേടിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും കോളിംഗ് ബെല്ലിൻ്റെ ആവശ്യമില്ല, ഇവിടുന്ന് മൂപ്പര് തന്നെ കുറച്ചോളും. ഇവൻ എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട്, പ്രത്യേകിച്ച് മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ 3-4 ആഴ്ചയായിട്ട് ഇങ്ങോട്ടേക്ക് കയറിയിട്ടില്ല. മൂപ്പരുടെ ഏരിയ മാത്രമാണ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും അലമ്പായിട്ട് ഇതോടെ കിടക്കുന്നത്. ഇനിയിപ്പോൾ വെയിലുള്ള ദിവസം വേണം അതൊന്ന് വൃത്തിയാക്കാൻ. ഈ സ്റ്റെപ്പിലൂടെയാണ് മുകളിലേക്ക്, ഏറ്റവും മുകളിലേക്ക് പോകുന്നത്. ഇവിടേക്ക് കർണന് കയറാൻ പറ്റില്ല, അവന് പേടിയാണ്. പക്ഷെ എന്നാലും ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഒന്ന് ശബ്ദം ഉണ്ടാക്കും. ഇതിലൂടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത് ഉണ്ടോ, വരുന്നുണ്ട്. വന്നിട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അച്ഛൻ ഇറക്കാൻ പറ്റില്ല കേട്ടോ. വാവേ അവിടെ നിന്ന് നോക്കി ശബ്ദം ഉണ്ടാക്കുകയുള്ളൂ. ഇതാണ് നമ്മളുടെ ടെറസ്. കയറി കഴിഞ്ഞ് എടാ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാവേ അച്ഛനെ ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ വാവേ. അത് കയറി വരുന്ന നോക്ക്. മുകളിലേക്ക് കയറാൻ നല്ല സുഖമാണ്, തിരിച്ചിറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ. മുകളിൽ ഇരുന്ന് കരയേണ്ടി വരുവേ. ഉണ്ടോ, എപ്പോഴാണെങ്കിലും ശരി നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. എനിക്കറിയില്ല അതിനെങ്ങനെയാണ് ഇനി താഴത്തേക്ക് ഇറക്കാന്നുള്ളത്. കാരണം ഒന്നാമത് ഞാൻ ഈ ഒരു
സിറ്റുവേഷനിലുള്ളതുകൊണ്ട് വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. 2 മാസം കൂടി അത് ചെക്ക് ചെയ്യണം എനിക്ക് എന്തായാലും. അപ്പോൾ ഇപ്പം എന്തായാലും ഒരു 10 കിലോ മാക്സിമം അത്രയൊക്കെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ എടുക്കാറുണ്ട്, പക്ഷെ എന്നാലും അവൻ എടാ ഇറങ്ങാൻ പറ്റുമോ എനിക്ക്? ഇറങ്ങാൻ പറ്റുമോ? അതപ്പം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ടെറസ്. കണ്ടോ, 2 ആഴ്ചത്തെ മഴയോടെ തന്നെ പൂപ്പൽ വന്നു. വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടായിരുന്നു, മൊത്തം ഇങ്ങനെയായി. അത് ചെറിയ രീതിയിൽ വഴുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. ഈ ഭാഗത്ത് ചെറിയൊരു വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് ഈ ഭാഗത്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നു. വേറെ അതിൻ്റെ മുകളിലൊന്നുമില്ല. ഇവിടെ ചെറിയൊരു സീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് സ്കൈ വാച്ച് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീട് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 മാസമാവുന്നു. അതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു സ്ഥലത്ത് ഒരു സെറ്റപ്പ് ചെയ്യണമെന്നുണ്ട്. നല്ല രസമല്ല ആകാശം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കാൻ. ഈ മഴ ഉള്ളതുകൊണ്ട് ഒന്നും നമുക്ക് തീരുമാനിക്കാനില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് മഴ പെയ്യായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. ഞാനേ ഇതിനൊന്ന് ഇറക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഇറങ്ങും വേണ്ട, ഇതാണ് കളി. ഞാൻ ഇറങ്ങും കേട്ടോ. ഞാൻ ഇറങ്ങും. ഞാൻ വിളിക്കാതെ വരുന്ന ആൾക്കാരൊന്നും ഞാൻ ഇറക്കൂല. ഞാൻ ഇറങ്ങിപ്പോവേ. അച്ചുകുട്ടി ഇറങ്ങാൻ പറ്റുമോ? മെല്ലെ ഇറങ്ങും അച്ഛനോടെ. മെല്ലെ ഇറങ്ങോ? പേടിക്കണ്ട കേട്ടോ. ബാ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കരച്ചിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ? പേടിയുള്ളവരൊന്നും ഈ പരിപാടിക്ക് നിൽക്കരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലായിരുന്നോ? ബാ, ഞാൻ പിടിക്കാം. ക്യാമറ ഓഫ് ആകട്ടെ. Good boy. Very good. ആദ്യം ഞങ്ങൾ വീട് പണി നടക്കുന്ന സമയത്ത് അതേപോലെ ഞാനും അഖിലും കൂടി മുകളിൽ നിന്ന് വർത്താനം പറയുക. അപ്പോൾ ആ സമയത്ത് ഇവൻ കൂട്ടിൽ നിന്ന് ഭയങ്കര അലമ്പ്. അപ്പോൾ ഞാൻ എന്നിട്ട് അഖിലിനോട് പറയടാ, നീ കൂട് തുറന്നിട്ടോ, അവൻ താഴെ വന്ന് നിൽക്കുമല്ലോ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ കോണി കയറി മുകളിലേക്ക് എത്തി. അപ്പോഴാണ് ഈ കോണീന് മുകളിൽ കൂടെ അവന് കയറാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ പ്രോബ്ലം ഇപ്പം ഞാൻ നിങ്ങൾക്ക് താഴെ കാണിച്ചു തരാം. താഴെ ഞങ്ങൾ ഒരു 500 കൊല്ലം പഴക്കം, 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കണക്കൊന്നുമല്ല, 500 കൊല്ലത്തിന് മുകളിൽ എന്തായാലും പ്രായം ഉണ്ടാവും. കാരണം എൻ്റെ അമ്മയുടെ തറവാട്ടിന് ഏകദേശം 500 കൊല്ലത്തിനടുത്ത് വഴക്കുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള കഥ. അപ്പോൾ ആ ഒരു പ്രായമുള്ള ഒരു കോണി ഇവിടെ ഉണ്ട്. ആ കോണിയാണ് ഇപ്പോഴും സ്റ്റിൽ ഞങ്ങൾ നല്ല പഴയ തേക്കാണ്. ആ കോണിയാണ് സ്റ്റിൽ ഇതിന് യൂസ് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രിയലിൻ്റെ കോണി ചെയ്യാമായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ മരത്തിൻ്റെ കോണിലൂടെ ഇറങ്ങാൻ പറ്റും. ഈ ഇൻഡസ്ട്രിയൽ കോണിലൂടെ അവന് പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഈ ഗ്യാപ്പ് കൂടെ നമുക്ക് താഴേക്ക് കാണാം. അപ്പോൾ താഴേക്ക് കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ എന്നറിയില്ല, കാരണം മൈക്ക് യൂസ് ചെയ്യുന്നില്ല, GoProയിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഈ ഗ്യാപ്പ് കാണുമ്പോൾ അവന് പേടി വരുന്ന സമയത്ത് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ചെറിയൊരു സ്റ്റെപ്പാണെങ്കിൽ പോലും അവന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. സോ ആ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ അതേ സാധനം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ അന്ന് മുകളിലേക്ക് കയറുമ്പോൾ ഈ താഴത്തേക്ക് കാണില്ലല്ലോ, ഒറ്റ കയറ്റം മുകളിലേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. മാസ്റ്റർ എന്ന് പറയുന്ന ഒറ്റ ചിന്തയിൽ മൂപ്പര് കയറി പോരുന്നതാണ്. പക്ഷെ താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത്രയും ഒരു ആഴം കാണുന്ന സമയത്ത് അവന് പേടിയുണ്ട്. അന്ന് ഞങ്ങൾ ഇറങ്ങാൻ ശരിക്കും പെട്ട്. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ബ്ലാക്ക്, പിന്നെ അഖിലും. ഞങ്ങൾ 3 ആൾക്കാരും കൂടി അവനെ എടുത്തിട്ട് താഴത്തേക്ക് ഇറക്കുക ചെയ്തത്. ഇപ്പം ഞാൻ കയറി പോയപ്പം എന്തോ പാഞ്ഞ് കയറി പോകുന്നതാണ്, പക്ഷെ തിരിച്ചിറങ്ങാൻ അവന് പറ്റുന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ആ ഒരു കാര്യത്തിൽ ധൈര്യം. ഇനിയിപ്പോൾ മൂപ്പരട്ടയ്ക്ക് നോക്കിക്കോളും.
ഒരു വലിയ വീരകൃത്യം കഴിഞ്ഞിട്ടാണ് മൂപ്പർ നിൽക്കുന്നത്. കാരണം അന്ന് ഞങ്ങൾ ആദ്യം ഈ കോണി ഇവിടെ ചെയ്ത സമയത്ത്, അതായത് താഴത്തേക്ക് ചെയ്യാതെ സ്റ്റുഡിയോൻ്റെ മുകളിലേക്ക്, ഇപ്പോൾ ആ കാണുന്ന ഭാഗമാണ് കേട്ടോ സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോൻ്റെ മുകളിലാണ് ഈ ഷീറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡിയോൻ്റെ മുകളിലേക്ക് അവൻ ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ പെടും. അപ്പോൾ കണ്ടോ, ഇതിൽ കൂടിയാണ് അവൻ പോയത്. അവൻ ഇതിലേ ഇറങ്ങാൻ പറ്റൂല. അവൻ ഞാൻ പിടിച്ച് ഇതിൻ്റെ മുകളിൽ കയറ്റിയാലും ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ആടാ ഇപ്പോൾ കണ്ടോ, കയറി വരുമ്പോൾ അവന് പ്രശ്നമില്ല. താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാനിപ്പോൾ അവിടെ നിന്നു എന്ന് വിചാരിക്കാം. ഗോ കണ്ടോ, ഇതിലേ പോവുള്ളൂ, ഇതിലല്ല, ഇപ്പുറത്ത് കൂടെ ഇറങ്ങ്, ഇപ്പുറത്ത് കൂടെ ഇറങ്ങ്, അതിലേ ഇറങ്ങ്. പേടിയാ. ഗോ കണ്ടോ, ഇതിലേ പോവുള്ളൂ. ഈ സ്റ്റെപ്പ് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പേടിയാണ്. കാരണം ആ ഗ്യാപ്പ് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ ഇത് ചെറിയൊരു റാമ്പ് ഇവിടെ സെറ്റ് ചെയ്തു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പർക്ക് പോകണമല്ലോ. ഇതിപ്പോൾ സ്റ്റുഡിയോൻ്റെ മുകളിലാണ് അവൻ നിൽക്കുന്നത്, പഴയ നമ്മുടെ സ്റ്റുഡിയോൻ്റെ മുകളിൽ. ഇപ്പോഴും സ്റ്റുഡിയോ അവിടെ ഉണ്ട്, എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. മരങ്ങളൊന്നും വെട്ടിയിട്ടില്ല, കാരണം അത് വെട്ടി കഴിഞ്ഞാലുള്ള തണലില്ലായ്മ രൂക്ഷമായിരിക്കും. ഇതാ താഴത്ത് വെള്ളമില്ലേ? ഇറങ്ങ, ഗോ ഗോ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇറങ്ങി പോയിക്കോളും, കാരണം മരത്തിൻ്റെ പണിയായതുകൊണ്ട് സെറ്റായിട്ട് ഇറങ്ങിക്കോളും. ഹലോ, ബേബി.